കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ പേജറാക്രമണം നടത്തി നിരവധി ഹിസ്ബുള്ളയുടെ പ്രവർത്തകർ കൊലയപ്പെട്ടു എന്നുള്ള രീതിയിൽ വാർത്ത വന്നപ്പോൾ ഞാൻ ആലോചിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലെ മീഡിയ വേണം എന്ന് പറഞ്ഞ ചാനൽ, ആ ചാനലിൽ 4 മാധ്യമപ്രവർത്തകരുണ്ട്. ഇവരിതൊക്കെ സഹിക്കുന്നുള്ളതാണ്. ഇവരുടെ വിഷമത്തിൽ നമ്മൾ പങ്കുചേരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ഇവരുടെ വീഡിയോ കാണാൻ നേരത്ത് ഇവർ കൊണ്ട് ഇസ്രയേലിനെ തോൽപ്പിക്കുന്ന പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവർ ഇന്നങ്ങ് തുഴയുകയാണ് ഇസ്രയേലിനെ കേരളത്തിൽ നിന്ന് തോൽപ്പിക്കുന്ന വേണ്ടി. ഹമാസിന് കുറച്ച് ഫാൻസ് ഉണ്ട് കേരളത്തിൽ. ഇവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പാവങ്ങളിരുന്ന് അങ്ങോട്ട് വൈറ്റ് വാഷ് അടിയോടെ അടിയായിരുന്നു. അല്ലെങ്കിൽ മൊസാദ്, ഇസ്രയേലിന്റെ സീക്രട്ട് സർവീസാണ്. അവർ എന്താണെന്ന് അറിയുന്നവർക്ക് കാര്യം മനസ്സിലാവും. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സിനിമകളൊക്കെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഇവരുടെ പഴയ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ അറിയുന്നവർക്ക് അവരുടെ രാജ്യത്ത് കയറി ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ഏത് രീതിയിലും അവർ തിരിച്ചടിക്കും എന്ന സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. ഒരു ചാനൽ ചർച്ചയിലിരുന്ന ഇസ്രയേലിനെ തോപ്പിച്ച് കുറച്ച് ഡയലോഗ് അടിക്കുക അതിൻ്റെ തമ്മിലുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചു വിടാം. ഈ സമയത്ത് അത് വായിക്കേണ്ടതായിട്ടുണ്ട്. കരയുദ്ധത്തിൽ ഹമാസിനെ തോൽപ്പിക്കാൻ എളുപ്പമല്ല, ഒരിക്കലും എളുപ്പമല്ല, ഭയങ്കര പാടാണ്. ബഹിഷ്കരിച്ചും ഇസ്രയേലിനെ തോൽപ്പിക്കാം. നിങ്ങളിരുന്നങ്ങ് ബഹിഷ്കരിച്ച് വയ്ക്കണം. പക്ഷേ വീഡിയോ ഇടുന്നത്